വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി CPIMന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ TP കേസിലെ വിധിയിൽ CPIMന് ആശ്വസിക്കാൻ വകയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം നിലവിലുള്ള പ്രതികളെ 16 വർഷം കഴിഞ്ഞ് മോചിപ്പിക്കാനാകില്ല എന്നതിന് പുറമെ 2 CPM നേതാക്കളെ പുതുതായി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത് പാർട്ടിക്ക് വലിയ രീതിയിൽ തന്നെ തലവേദനയായിരിക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുണ്ടായ TP വധക്കേസിലെ ഈ ഒരു വിധി പാർട്ടിക്ക് ഒരു വലിയ പ്രഹരം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാർട്ടി ഒളിഞ്ഞും തെളിഞ്ഞും നടപ്പാക്കിയ വധമായിരുന്നു TPയുടേതെന്ന് രാഷ്ട്രീയ ആരോപണം അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു കോടതി വിധി എന്ന് പറയുന്നത്. സെഷൻസ് കോടതി വെറുതെ വിട്ട 2 CPM നേതാക്കളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചതോടെ പാർട്ടിയുടെ പങ്ക് കൂടുതൽ ഇവിടെ തെളിയുകയാണ്. തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ചന്ദ്രശേഖരന്റെ പാർട്ടി ഇത് ആയുധമാക്കുകയാണ് ഇവിടെ. അന്ന് അധികാരത്തിലിരുന്ന കോൺഗ്രസ് നേതാക്കളാകട്ടെ ഈ വിധിയിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പല കേസുകളിലും പ്രതികളായിട്ടുള്ള അക്രമികളാണ് TP വധക്കേസിലെ ആദ്യ 7 പ്രതികൾ. ഇവർക്ക് 16 വർഷം കഴിഞ്ഞ് ശിക്ഷ ഇളവ് നേടി പുറത്തിറങ്ങാനാകാത്തത് പാർട്ടിക്ക് വേണ്ടി അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്നതിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തി അതിൽ നിന്ന് നിസ്സാരമായി ഊരിപ്പോരാൻ കഴിയില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രവർത്തകരെയോ അണികളെയോ അത്ര എളുപ്പത്തിൽ രക്ഷിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് ഈ ഒരു വിധിയിലൂടെ വ്യക്തമാവുകയാണ്. പാർട്ടിക്ക് ഈ കേസിൽ യാതൊരു പങ്കുമില്ല, ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടവർ തികച്ചും നിരപരാധികളാണെന്നൊക്കെയുള്ള EP ജയരാജന്റെ വാദങ്ങളെല്ലാം ഇതോടെ പൊളിഞ്ഞിരിക്കുകയാണ്. ഇതേ ഒരു നിലപാട് തന്നെയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ ഭാഗത്തു നിന്നും ഉണ്ടായത്. 2014 ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു TP കേസിലെ സെഷൻസ് കോടതി വിധി വന്നത്. അതേസമയം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മേൽക്കോടതി വിധി വന്നിരിക്കുന്നത് മറ്റൊരു തിരഞ്ഞെടുപ്പ് കാലത്താണ്. CPMനെ ഇത്ര കണ്ട് രാഷ്ട്രീയമായി പരുക്കുണ്ടാക്കിയ മറ്റൊരു രാഷ്ട്രീയ കൊലപാതകവും ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അതേസമയം വടകര ലോക്സഭാ മണ്ഡലത്തിൽ TP കൊലയ്ക്ക് ശേഷം ഒരിക്കൽ പോലും CPMന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അതും CPMന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് TP വധക്കേസിലെ വിധി വന്നതും. അതും എല്ലാ മാധ്യമ ശ്രദ്ധയും CPMന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ നിന്ന് മാറി TP വധക്കേസിന്റെ വിധിയിലേക്കാണ് പോവുകയുണ്ടായത്. അത്തരത്തിൽ രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ചർച്ച ചെയ്ത ഒരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു TP വധക്കേസ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വിധി ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വന്നത് തീർച്ചയായിട്ടും CPMനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇനി മുൻപ് നേതാക്കളൊക്കെ പറഞ്ഞതുപോലെ പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്നൊരു വാദം ഇനി നിലനിൽക്കില്ല. മാത്രമല്ല പാർട്ടിയുടെ വാദങ്ങളെല്ലാം തന്നെ ഇവിടെ പൊളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി മുൻപ് നടത്തിയ പ്രതിരോധങ്ങളെല്ലാം തന്നെ ഇവിടെ പാളിപ്പോയി എന്ന് തന്നെ പറയാം. ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കാഴ്ചപ്പാടിൽ ഈ ഒരു വിധിയെ നോക്കിക്കാണുകയാണെങ്കിൽ വടകരയിൽ KK ശൈലജയാണ് CPMന്റെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. വടകരയെ സംബന്ധിച്ചിടത്തോളം അത് TP ചന്ദ്രശേഖരന്റെ നാടാണ്. അവിടെ CPMന്റെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അത് അവർക്ക് യാതൊരു സാധ്യതയുമില്ല എന്ന ഉറച്ച വിശ്വാസം CPMന് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു ജനസമ്മതനായിട്ടുള്ള അല്ലെങ്കിൽ ജനപ്രീതി നേടിയിട്ടുള്ള ഒരു വ്യക്തിയെ നിർത്തുന്നതാണ് CPMന് എപ്പോഴും ഒരു സേഫ് സോണിൽ നിൽക്കാൻ സാധിക്കുക എന്നതുകൊണ്ട് തന്നെയാണ് KK ശൈലജയെ ഇത്തരത്തിൽ വടകരയിൽ സ്ഥാനാർത്ഥിയായി നിർത്തിയത്. എന്നിരുന്നാൽ പോലും അവിടെ CPMന് വിജയസാധ്യത വളരെ കുറവാണ്. വടകരയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ അത് ജയിക്കുകയാണെങ്കിൽ നല്ലത്, ഇനി തോറ്റുപോയാലും സാരമില്ല എന്ന തരത്തിലേക്ക് പാർട്ടിക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് KK ശൈലജ. KK ശൈലജയെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കേരളം ഒന്നടങ്കം ചർച്ച ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ അത്രത്തോളം നേടിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് KK ശൈലജ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഒരു അതൃപ്തി തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ KK ശൈലജയെ വടകരയിൽ നിർത്തിയിരിക്കുന്നത്. വടകരയിൽ KK ശൈലജ മത്സരിക്കുമ്പോൾ RMPയുടെ പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും CPMനെ തോൽപ്പിക്കുന്ന തരത്തിലേക്ക് പോകില്ല എന്നൊരു പ്രതികരണമായിരുന്നു ശൈലജയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയും അതുപോലെ തന്നെ ഈ കോടതി വിധിയും ഒരുമിച്ച് വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏവരും ഉറ്റുനോക്കിയിരുന്നത് ആ ഒരു കോടതി വിധിയെ തന്നെയാണ്. കാരണം അവിടെ എടുത്തു പറയേണ്ട ചില ഘടകങ്ങളുണ്ട്. മുൻപ് പാർട്ടി നേതൃത്വം എല്ലാം തന്നെ ഈ ഒരു കേസിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുകയും അതേസമയം തന്നെ ഈ ഒരു പ്രതികളെ സംരക്ഷിക്കാൻ നോക്കുകയും ഒക്കെ ചെയ്തിരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. കാരണം മുൻപ് കൊടി സുനിയെ പോലുള്ള പ്രതികളെയൊക്കെ സർക്കാർ സംവിധാനങ്ങളെല്ലാം സംരക്ഷിക്കാൻ ശ്രമിക്കും
ശ്രമിക്കുന്നതായി ഒക്കെ വാർത്തകളിലെല്ലാം തന്നെ വന്നിരുന്നതാണ്. ഈ കേസിലെ പ്രതികളൊക്കെ പാർട്ടിക്കാരാണെന്നും അല്ലെന്നും നിലപാട് മാറ്റി മാറ്റി പറയുന്ന സാഹചര്യമൊക്കെ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ നേതാക്കളെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പറഞ്ഞാൽ പോലും പാർട്ടിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം രണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കളാണ് ഇവിടെ അഴിക്കുള്ളിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ഒരിക്കലും, പാർട്ടി എന്ന് പറയുന്നത് ഇവരെല്ലാം ചേരുന്നതാണ്, അതുകൊണ്ട് ഒരിക്കലും പാർട്ടിക്ക് ഒരു കാരണവശാലും പറയാൻ സാധിക്കുന്നതല്ല ഇവർ പാർട്ടി പ്രവർത്തകരല്ല അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധമില്ലാത്തവരാണ് ഇവർ, അതുകൊണ്ട് പാർട്ടിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. തീർച്ചയായിട്ടും പാർട്ടിക്ക് ഇതിൽ പങ്കുണ്ട്. അത് ഈ കോടതി വിധിയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് തിരഞ്ഞെടുപ്പിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് കെ ശൈലജ വടകരയിൽ മത്സരിക്കുമ്പോൾ അവർക്ക് എത്ര തന്നെ ജനപ്രീതി നേടിയെന്ന് പറഞ്ഞാൽ പോലും TP ചന്ദ്രശേഖരന്റെ നാടായ വടകരയെ സംബന്ധിച്ചിടത്തോളം അവിടെ CPM-ന് മുന്നോട്ട് വരാൻ സാധിക്കാത്ത തരത്തിലാണ് ഇപ്പോൾ ഈ കോടതി വിധി വന്നിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു കോടതി വിധി വന്നത് പാർട്ടിയെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുകയാണ്. മാത്രമല്ല കെ ശൈലജ ഈ ഒരു കോടതി വിധിയെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിധി നിലനിൽക്കെ എങ്ങനെ ഈ ഒരു വിധിയെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുമെന്ന് അറിയേണ്ടിയിരിക്കുന്നു.